ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരും. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനം: നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഈശോയുടെ നാമത്തിൽ എന്ത് പിതാവിനോട് ആവശ്യപ്പെട്ടാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി അത് തരും, അത് നിർവഹിക്കുമെന്ന് പറയാം. വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്വർഗീയ പിതാവ് ഉത്തരം നൽകും. വെറുതെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ പോരാ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ ജീവിതത്തെ അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണം. അവരുമായിട്ടൊരു ബന്ധം വേണം. ഈശോയുമായുള്ള ബന്ധത്തിൽ നിന്ന് നീ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരം ഉണ്ടാവും. ഇന്നൊന്ന് പരിശോധിക്കണേ, ഈ ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും കുറവുകളോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ ക്രമപ്പെടുത്തുക. അതിനുശേഷം അവൻ്റെ നാമത്തിൽ ചോദിക്കുക. തീർച്ചയായിട്ടും നിനക്ക് ഉത്തരം കിട്ടും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നിന്നോടൊപ്പം ചേർന്ന് നിന്നിട്ട് നിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട്, നിന്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് വിടുതലുകൾ നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.